ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലെ ഗുലാബ് ജാമുനാണ്. ഇത് നമുക്ക് എങ്ങനെ വളരെ പെർഫെക്റ്റ് ആയി വളരെ ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 3 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ട് ഇതിനെ ഒരു 10 മിനിറ്റ് നല്ല പോലെ വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. ഇതിന് ഞാനിപ്പോ എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവയാണ്. വറുത്ത റവയും വറുക്കാത്ത റവയും ഒക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് ഞാനിപ്പോ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നമുക്ക് കുതിർന്നു വരാൻ വേണ്ടിയിട്ട് കുറച്ചു നേരത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 200 ഗ്രാമോളം മിൽക്ക് പൗഡർ ആണ്. ഈ പാൽപ്പൊടിയെ ഞാനിപ്പോ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ മിൽക്ക് പൗഡറിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ നെയ്യിനെ നമ്മൾ ഈ മിൽക്ക് പൗഡറിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാട്ടോ. നമ്മൾ സ്പൂണൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ നെയ്യ് പറ്റി പിടിച്ചിരിക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അത് കട്ടയായിട്ട് കിടക്കുക ചെയ്യുക. അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി ഈ നെയ്യിനെ ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പൊ നെയ്യും പാൽപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ്. ഈ ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കുക. അതായത് നമ്മുടെ അപ്പ സോഡ, അത് എല്ലാ വീട്ടിലും കാണുമല്ലോ. അപ്പൊ അത് ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എടുത്താലും മതി കേട്ടോ. അത് 1/2 ടീസ്പൂൺ മതി. ഇനി നമുക്ക് ഇതിനെയും കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഈ മിൽക്ക് പൗഡറിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പതാ ഇതും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന റവ ഉണ്ടല്ലോ, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഈ റവയും ഇതിലേക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറേശ്ശെ പാലൊഴിച്ചിട്ട് നല്ലപോലെ സോഫ്റ്റ് ആക്കി മാവ് കുഴച്ചെടുക്കണം. ഇതിപ്പോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നല്ലപോലെ തിളപ്പിച്ചിട്ട് പിന്നെ തണുപ്പിച്ചെടുത്ത പാലാണ്. തണുപ്പിച്ചതെന്ന് വെച്ചാല് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചതല്ല, നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഉള്ള പാൽ തന്നെയാണ്. ഇനി പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇത് കുഴച്ചെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അത് ചിലപ്പോ പാലിന്റെ അളവിൽ വരുന്ന മാറ്റം കൊണ്ടാണ്. പാലിന്റെ അളവ് കൂടാൻ പാടില്ല. കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി. ഞാനിപ്പോ ഇതിലേക്ക് ആകെ 4 ടേബിൾ സ്പൂൺ പാലേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ, ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറേശ്ശെ മൈദപ്പൊടി തൂവി കൊടുത്തതിന് ശേഷം വീണ്ടും കുഴച്ചെടുത്താൽ മതി. ഒരു കുഴപ്പമില്ല. ഇപ്പൊ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതിനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ 10 മിനിറ്റ് ഒന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് മാറ്റാം. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ നമ്മൾ ഉരുളകൾ ഉണ്ടാക്കുമല്ലോ, അതുപോലെ ചെറിയ ചെറിയ ബൗൾസ് ആക്കിയിട്ട് മാറ്റി കൊടുക്കാം. കൂടുതൽ വലുതാക്കി എടുക്കണ്ട, കാരണം ഇത് നമ്മൾ ഇനി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യും. ആ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് ഡബിൾ സൈസ് ആയിട്ട് വരും. അതുകൊണ്ട് നമ്മൾ ഒരു മീഡിയം സൈസിൽ അങ്ങ് ബോളാക്കി എടുത്താൽ മതി. ഇപ്പൊ ദാ എല്ലാത്തിനെയും ഞാൻ ഇതുപോലെ ബോളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യണം. എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എണ്ണ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ആവരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇത് ഇട്ടേക്കുന്നത് കരിഞ്ഞു പോവും. അതുകൊണ്ട് ആദ്യം തന്നെ എണ്ണ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണ അധികം ചൂടും പറ്റൂല. അപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് ഇത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇട്ട ഉടനെ തന്നെ ഇത് ഒരു സൈഡ് തന്നെ വെച്ചോണ്ടിരിക്കരുത്. ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ട് എല്ലാ സൈഡും ഒരുപോലെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ഒരു സൈഡ് നല്ലപോലെ ഗോൾഡ് കളറായി വരികയും ചെയ്യും, മറ്റേ സൈഡ് ആണെങ്കിൽ ഇതുപോലെ വൈറ്റ് കളർ ആയിട്ട് തന്നെ ഇരിക്കുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ഇതാ ജസ്റ്റ് ഇതിന്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും പോരാ, നമുക്ക് ഒന്നും കൂടെ ഒന്ന് കളറായിട്ട് വരണം. ഇപ്പൊ ദാ ഇത് കണ്ടില്ലേ, നല്ല കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഞാൻ നേരത്തെ പറഞ്ഞത് ആരും മറക്കരുത്, എപ്പോഴും തീ ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് ആവാനും വേണ്ടിയിട്ട് ആരും ഹൈ സ്പീഡിലേക്ക് ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതിനെ മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പതാ ഞാൻ എല്ലാത്തിനെയും നല്ല പോലെ നല്ല ഗോൾഡൻ കളറായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ തന്നെ ഭംഗി, നല്ല ഭംഗിയില്ലേ. എന്നാലും ഇപ്പോഴും നമ്മുടെ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടില്ല. ഇനി ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. ഇതിനായിട്ട് ഞാൻ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പൊ ഞാൻ ഇട്ട് കൊടുക്കുന്നത് 2 കപ്പോളം പഞ്ചസാരയാണ്. ഇത്ര തന്നെ വേണമെന്നില്ല, 1.5 കപ്പ് ആയാലും മതി. ഇതിലേക്ക് ഇപ്പൊ ഞാൻ 2.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോ ഒരു 4-5 ഏലക്കായും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. കൂടുതലൊന്നും വേണ്ട, കുറച്ച് മതി. ഇനി ഇതെല്ലാം കൂടെ തിളപ്പിച്ചിട്ട് നമുക്ക് പഞ്ചസാരയെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം. ഒരു നൂൽ പരുവാവൊന്നും വേണ്ട, ജസ്റ്റ് ഷുഗർ സിറപ്പ് ആക്കി എടുത്താൽ മാത്രം മതി. ഇപ്പത്തെ ഷുഗർ സിറപ്പ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ബോൾസും ഇട്ട് കൊടുക്കാം. ഞാൻ എല്ലാ ബോൾസും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പൊ ഫ്ലെയിം ഒക്കെ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ബോൾസിന്റെ അകത്തൊക്കെ ഷുഗർ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതിനെ സെർവ് ചെയ്യാവുന്നതാണ്. സെർവ് ചെയ്യുമ്പോൾ ഷുഗർ സിറപ്പോട് കൂടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ എത്രത്തോളം ടൈം ഇരിക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് കൂടും. ഇത് നമ്മൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ഈ ഷുഗർ സിറപ്പിൽ തന്നെ വെച്ചിട്ട് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അങ്ങനെ ഇപ്പതാ നമ്മുടെ വളരെ ടേസ്റ്റിയായ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ഇത് തയ്യാറാക്കി എടുക്കാം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ആർക്കും തന്നെ തയ്യാറാക്കി എടുക്കാം. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്